ഇന്നൊരു പീച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പീച്ചിങ്ങ, 150 ഗ്രാം ചെറിയ ഉള്ളി, 4 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ഇട്ട് കൊടുക്കാം. പീച്ചിങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ചട്ടിക്ക് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. പീച്ചിങ്ങ പകുതി വേവായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, ഞാൻ മീറ്റ് മസാലയാണ് ചേർത്തിരിക്കുന്നത്, 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയായ പീച്ചിങ്ങ മെഴുക്കുവരട്ടി തയ്യാറായിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും ചോറിനും കഞ്ഞിക്കും ഒക്കെ കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.